സാർ 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 ഈ ഐ ഡിയും ആധാർ മാച്ചാണോ നോക്ക്. ഓക്കെ സാർ. ലിങ്ക് കറക്റ്റായി മാച്ച് ആവുന്നുണ്ടോ നോക്ക്. എനിക്കൊരു കോഫി വേണം. ഓക്കെ സാർ. താങ്ക് യു. സാർ ഒരു 60% മാച്ച് ഉണ്ട് സാർ. ഇല്ല, അത് മാച്ച് ആയിട്ടില്ല. ശരി, ഓക്കെ സാർ. സാർ ഈ മേജ് ഒരു 80% മാച്ച് ആയിട്ടുണ്ട് സാർ. താടിയുടെ അവിടെ ഡിഫറൻസ് ഉണ്ട് നോക്കാം. സാർ മാക്സിമം മാച്ച് ആകുന്നുണ്ട്. ഇവൻ തന്നെ പെർഫെക്റ്റ് ആണ്. എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ സാർ. നകുൽ, പട്ടിക്കോട്ട. ശരവണ സാർ പട്ടിക്കോട്ട പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആരാണെന്ന് നോക്കാം. നോക്കാം സാർ. സാർ എനിക്കറിയാം സാർ. ആ സ്ഥലത്താണ് നമ്മുടെ പനക്കപ്പടി ഇൻസ്പെക്ടർ ഉള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഒരു റൗഡി എൻകൗണ്ടർ ചെയ്ത ശേഷം അങ്ങോട്ടേക്കാണ് പോയത്. അതിന് പ്രൊമോഷൻ ഒന്ന് കിട്ടിയായിരുന്നു. സൂപ്പർ. അവരുടെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ നോക്കുക. യെസ് സാർ. എൻ്റെ കയ്യിലുണ്ട് അയാളുടെ നമ്പർ. ആണോ? നിങ്ങൾ അവരെ ഫോണിൽ വിളിച്ചിട്ട് ആ ഫോൺ എനിക്ക് താ. എന്നാ വിളിച്ചേ. ആ രത്നാരാ. ഹലോ സാർ, ഹൗ ആർ യു? നന്നായിട്ടിരിക്കുന്നടാ. നീ എന്താ എപ്പോൾ വിളിച്ചേ? സാറിനത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു സാർ. അമീർ, പറയൂ സാർ. ഞാൻ വാട്സാപ്പിൽ ഒരു ആധാർ കാർഡ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്സിലൊന്ന് പോയി അന്വേഷിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കുക. ഇപ്പൊ തന്നെ പോവാം സാറേ. പെട്ടെന്ന് വേണം. ശരി സാർ. നീ ജീപ്പ് എടുത്തേ. ആ പോയി ചോദിച്ചിട്ട് വാ. അകത്താരാ ഉള്ളത്? വാതിലോർക്ക്. നമസ്കാരം സാർ. ഞാൻ മുമ്പത്തെ പോലൊന്നും അല്ല സാർ. മര്യാദക്ക് ഓട്ടോ ഓടിച്ചാ ജീവിക്കുന്നത്. എന്തിനാ സാർ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത്? ആ അയ്യോ എന്റെ സാറേ, എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങള് പാവങ്ങളാണ്. ഓട്ടോ ഓടിച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന കാശുകൊണ്ട് ഞങ്ങള് ജീവിക്കുന്ന സാറേ. അങ്ങേര് ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാവും സാറേ. അങ്ങേര് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല കുറച്ച് സാറേ. കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. മിണ്ടായിരുന്നു. ഈ പയ്യനെ കുറിച്ച് വല്ല വിവരം അറിയാമോ? ആധാർ കാർഡ് വെച്ച് നോക്കുമ്പോ ഈ വീടാ കാണിക്കുന്നേ. ഈ വീട്ടിൽ നീയാ താമസിക്കുന്നേ. അപ്പൊ ഇവിടെ ഉള്ളവൻ എന്ത്? സാർ, ഇവൻ നമ്മുടെ ഹൗസ് ഓണറിന്റെ മകനാ. അങ്ങനെയാണല്ലേ? അവന്റെ അമ്മ പഴനിയിൽ എവിടെയാണ് സാർ താമസിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ വാടകയ്ക്കാ. അപ്പോ അവൻ എവിടെയുള്ളേ? അതെനിക്കറിയില്ല സാർ. പക്ഷെ ഇവന്റെ സുഹൃത്തൊരുത്തൻ അടുത്ത സ്ട്രീറ്റിലുണ്ട് സാർ. ഞാൻ വേണമെങ്കിൽ പോയിട്ട് കൂട്ടിയിട്ട് വരാം സാർ. എത്ര പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വാ. ഏയ്, നീ ആ ഷർട്ടിങ് എടുത്തേ. സാറിനൊരു ചായ കൊടുക്ക്. അതിന് പാല് വേണ്ടേ? കട്ടൻ ചായെങ്കിലും വെച്ചു കൊടുക്കടി. സാർ കട്ടൻ ചായ കുടിക്കുമല്ലോ. ശരി. രത്നവേൽ, ആ ഐ ഡി നമ്പർ ട്രേസ് ചെയ്ത ഏതാണ് ഐ ടി കമ്പനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്ന് തന്നെ നോക്കാം സാർ. ഹലോ ഹലോ, കൺട്രോൾ റൂമാണോ? കൺട്രോൾ റൂമാണോ? ഹലോ, അതെ കൺട്രോൾ റൂമാണ്. എന്താണ് പ്രശ്നം? ഹലോ കൺട്രോൾ റൂം. ഹലോ, എന്താ പ്രശ്നം? ഇവിടെ അടുത്ത് എവിടെ എന്തോ പ്രശ്നമുണ്ട് സാർ. 1 മണിക്കൂറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്താ പ്രശ്നം എന്ന് അറിയില്ല. കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുവാ. ഹലോ സാർ, ശിവാനന്ദൻ കോളേജ് വിളിക്കുന്നേ. ശിവാനന്ദ കേൾക്കാം. എന്താ പ്രശ്നം വെച്ചാൽ പറയേ. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്, പറയൂ. ഇത് ശിവാനന്ദൻ കോളേജിൽ നിന്നാ വിളിക്കുന്നേ സാർ. വണ്ടി എടുക്കുക, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ സാർ. എന്തിനാ സാറേ എല്ലാ കാര്യത്തിനും നിങ്ങൾ തന്നെ ഓടുന്നത്? ഇൻസ്പെക്ടർ ആരെങ്കിലും അയച്ചാൽ പോരെ? ശരവണ, എല്ലാവരും ഇപ്പോൾ ആ കുറ്റവാളിയുടെ പിന്നാലെയാ. അതവർ നോക്കട്ടെ, നമുക്ക് പോയി നോക്കാം. സാറേ, ഇൻസ്പെക്ടർ രാജനാണ് സംസാരിക്കുന്നത്.
ആ പറയൂ രാജൻ, ഞാൻ ACP അരവിന്ദ സംസാരിക്കുന്നത്. സാർ ഇന്നലെ രാത്രി 11 മണിക്ക് ആ സൈക്കോ അറ്റാക്ക് ചെയ്ത് രണ്ടുപേരിൽ ഒരാൾ മരിച്ചു പോയി സാർ. മറ്റേയാളുടെ കണ്ടീഷൻ മോശം. അതെങ്ങനെ രാജൻ സൈക്കോ ചെയ്തത് നിങ്ങൾ ഉറപ്പിച്ചത്? അത് ഞാൻ പറഞ്ഞല്ല സാറേ, ഫൈനൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഡോക്ടറാണ് പറഞ്ഞത് സൈക്കോ ആണ്. അദ്ദേഹം അത് കൺഫേം ചെയ്ത് പറഞ്ഞു. ശരി, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ പേരൻസിനെ ഒരു അറിയിച്ച് വരാൻ പറ. ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ സാർ. ഓവർ. പെട്ടെന്ന് പോ.